ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. 3 ഘട്ടങ്ങളിലായിരുന്നു മോക്ക് ഡ്രിൽ. വ്യോമാക്രമണം, തീപിടുത്തം, കെട്ടിടം തകരൽ എന്നീ അപകട സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണം നൽകുകയായിരുന്നു ലക്ഷ്യം. വ്യോമാക്രമണ ഭീഷണി മുൻനിർത്തി വൈകിട്ട് 4-ന് അപായ സൂചന നൽകുന്ന ആദ്യ സൈറൻ തുടർച്ചയായി 3 തവണ മുഴങ്ങി. മൈക്കിലൂടെ നിർദ്ദേശം ലഭിച്ചതോടെ കളക്ടറേറ്റ് ജീവനക്കാർ ഓഫീസിനുള്ളിൽ വാതിലുകളും ജനലുകളും അടച്ച് വെളിച്ചം പൂർണ്ണമായും കെടുത്തി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി. വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ ശത്രുവിനെ വഴിതെറ്റിക്കാനായി കെട്ടിടങ്ങൾ പൂർണ്ണമായി മറച്ച് സംരക്ഷിക്കുന്ന കാമോഫ്ലോജും അവതരിപ്പിച്ചു. തീപിടുത്തത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതായിരുന്നു 2ാം ഘട്ടം. 4:30-ക്ക് മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങി. എല്ലാ ഓഫീസുകളിലെയും ജീവനക്കാർ താൽക്കാലികമായി ഒരുക്കിയ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി. കെട്ടിടം തകരുമ്പോൾ ഉള്ളിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതും അവതരിപ്പിച്ചു. അഗ്നിസുരക്ഷാ സേനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. അപകടത്തിൽപ്പെട്ടവരെ താൽക്കാലിക ആശുപത്രിയിലേക്ക് സുരക്ഷിതമായി മാറ്റുന്നതും ചിത്രീകരിച്ചു. റവന്യൂ, പോലീസ്, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, വൈദ്യുതി, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ മോക്ക് ഡ്രില്ലുമായി സഹകരിച്ചു. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, ADM ബി ജ്യോതി, ഡെപ്യൂട്ടി കളക്ടർമാരായ ആർ രാജലക്ഷ്മി, ബീന എസ് ഹനീഫ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കളക്ടറേറ്റ് കൂടാതെ ജില്ലയിൽ തിരുവല്ല റവന്യൂ ടവർ, KSTHSS കടപ്ര, ഗവൺമെന്റ് HSS കീക്കുഴൂർ റാന്നി, ഗവൺമെന്റ് ഹൈസ്കൂൾ കോഴഞ്ചേരി, കമ്മ്യൂണിറ്റി സ്റ്റഡി സെന്റർ കൊടുമുടി എന്നിവിടങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ശത്രു ആക്രമണ സമയത്ത് സ്വീകരിക്കേണ്ട നടപടി സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും തയ്യാറാക്കുക, പരിശീലനവും സംരക്ഷണവും നൽകുക, നാശനഷ്ടം പരമാവധി കുറയ്ക്കുക, സായുധ സേനകളുടെ പ്രവർത്തനത്തെ സഹായിക്കുക എന്നിവയാണ് സിവിൽ ഡിഫൻസിലൂടെ ലക്ഷ്യമിട്ടത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.